ബി സപ്പോസ് ടു എന്നുള്ളൊരു ഫ്രേസ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എവിടേക്കാണ് യൂസ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ആദ്യത്തേത് ഒരു കാര്യം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു കാര്യം നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് സപ്പോസ് ടു എന്നുള്ള ഒരു ഫ്രേസ് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഞാൻ രാവിലെ 9 മണിക്ക് വർക്കിന് എത്തേണ്ടതായിരുന്നു. I was supposed to come. എന്താ രാവിലെ വർക്കിന് I was supposed to come for work at 9 p.m. 9 a.m. ഓക്കെ, ഐ വാസ് സപ്പോസ് ടു ബി അറ്റ് വർക്ക് ബൈ 9 AM. 9 മണി ആകുമ്പോഴത്തേനും അവിടെ എത്തേണ്ടതായിരുന്നു. ഓക്കെ, ഇവിടെ അടുത്തത് ഒരു റൂളോ അല്ലെങ്കിൽ ഒരു ഓബ്ലിഗേഷനോ നമ്മൾ എന്തെങ്കിലും ഒരു ഇൻസ്ട്രക്ഷൻ ഒക്കെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് സപ്പോസ് ടു യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഇവിടെ പാർക്ക് ചെയ്യാൻ പാടുള്ളതല്ല എന്നെങ്ങനെയാ പറയാം? It was not supposed to park here. ഓക്കെ, നീ ഇവിടെ പാർക്ക് ചെയ്യരുത്. You are not supposed to park here. ഓക്കെ, യു ആർ നോട്ട് സപ്പോസ് ടു പാർക്ക് ഹിയർ. ഒരാളോട് നമ്മളൊരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുവാണെങ്കിൽ യു ക്യാൻ സേ യു ആർ നോട്ട് സപ്പോസ് ടു പാർക്ക് ഹിയർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പിന്നെയുള്ളത് നമുക്ക് പൊതുവേ ഒരു കാര്യം നമ്മൾ ഇത് ട്രൂ ആണ് എന്ന് നമ്മൾ ജനറലി ബിലീവ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവും. ആ സമയത്ത് നമുക്ക് സപ്പോസ് ടു എന്നുള്ളൊരു ഫ്രേസ് ഒക്കെ യൂസ് ചെയ്യാം. ഓക്കെ, അടുത്തത് നമ്മൾ ഇന്നലെ അവളെ കാണേണ്ടതായിരുന്നു. കാണേണ്ടതായിരുന്നു. We were supposed to see her. We were supposed to meet her yesterday. യെസ്, വി വർ സപ്പോസ് ടു മീറ്റ് ഹെർ യെസ്റ്റർഡേ. ഓക്കെ, ഇതാണോ ഇപ്പോൾ ഒരു തമാശ പടം? ഇത് നമ്മൾ ഒരാളോട് ചോദിക്കുകയാണ്, ഇതിങ്ങനെയാണോ, ഇതാണോ സംഭവം എന്നുള്ളത്. ഇതാണോ ഇപ്പോൾ ഒരു തമാശ പടം? Is it supposed to be funny? ഇസ് ദിസ് മൂവി സപ്പോസ് ടു ബി ഫണി? കറക്റ്റ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കുള്ള ചോദ്യമാണ്, അവൻ ഇന്ന് ഡോക്യുമെന്റ്സ് കൊണ്ടുവരേണ്ടതായിരുന്നു. ഓക്കെ, ഇതെങ്ങനെ ഈ സപ്പോസ് ടു വെച്ച് പറയാന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക.